ഇടതാണെങ്കിലും തൃശ്ശൂരിലെ മേയർ സ്വതന്ത്രനാണ്. എന്നാൽ അങ്ങനെ വേണ്ട എന്നാണ് CPI ഇപ്പോൾ അന്ത്യശാസനം നൽകിയിരിക്കുന്നത്. തൃശൂർ കോർപ്പറേഷൻ മേയർ MK വർഗീസിനെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് CPI നേതാവും മുൻ മന്ത്രിയുമായ VS സുനിൽകുമാർ രംഗത്ത് വന്നതോടെ കാര്യങ്ങൾ അല്പം ഗൗരവം കൂടിയിരിക്കുന്നു. അതായത് BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രനിൽ നിന്ന് തൃശൂരിലെ LDF മേയർ MK വർഗീസ് ക്രിസ്മസ് കേക്ക് സ്വീകരിച്ചത് ആസൂത്രിതമാണെന്നാണ് സുനിൽകുമാർ പറയുന്നത്. ചോറിവിടെയും കൂറവിടെയും എന്ന രീതിയാണ് എന്ന് സുനിൽകുമാർ ആഞ്ഞടിക്കുന്നു. തൃശൂർ മേയർ MK വർഗീസിനെ അതുകൊണ്ട് തന്നെ മാറ്റണമെന്ന് CPI നേരത്തെ തന്നെ ആവശ്യപ്പെട്ടതാണ്. മേയറെ തുടരാൻ തീരുമാനിപ്പിച്ചതാണ് പ്രശ്നമായത് എന്നും LDFനെ പരോക്ഷമായി വിമർശിച്ചുകൊണ്ട് VS സുനിൽകുമാർ വ്യക്തമാക്കുകയും ചെയ്തു. അതായത് തൃശ്ശൂരിൽ BJP MP ആയി സുരേഷ് ഗോപി ജയിച്ചതിന് പിന്നിലും ഈ ഇടതു മേയറുടെ പൂർണ്ണ സഹായമുണ്ടെന്നത് പുറത്തു വന്നതാണ്. അതോടെ തന്നെ CPI ഈ മേയറെ മാറ്റണമെന്ന് പറയുകയും ചെയ്തിരുന്നു. എന്നാൽ ഇപ്പോൾ BJPയുടെ സ്നേഹ സന്ദേശ യാത്രയുടെ ഭാഗമായി BJP സംസ്ഥാന അധ്യക്ഷൻ സുരേന്ദ്രൻ തന്നെ MK വർഗീസിനെ സന്ദർശിച്ച് കേക്ക് വായിൽ വെച്ചു കൊടുത്തു. ഈ സംഭവത്തിന് പിന്നാലെയാണ് മേയർക്കെതിരെ തുറന്നടിച്ചുകൊണ്ട് CPI രംഗത്ത് വന്നത്. ഇത്തരത്തിലൊരു സംഭവം നടത്തിയത് അദ്ദേഹത്തിൻ്റെ BJPയോടുള്ള രാഷ്ട്രീയ ആഭിമുഖ്യം തന്നെയാണ് വെളിവാക്കുന്നത്. കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ BJP സ്ഥാനാർത്ഥിക്ക് ഏതെല്ലാം തരത്തിൽ സഹായമാകുമോ അത്തരത്തിലെല്ലാമുള്ള നിലപാടാണ് അദ്ദേഹം സ്വീകരിച്ചിട്ടുള്ളത്. ചോറ് ഇവിടെയാണെങ്കിലും കൂർ അവിടെയാണ് എന്നത് അന്ന് തന്നെ അദ്ദേഹം തെളിയിച്ചിട്ടുള്ളതാണെന്നും CPI വിലയിരുത്തുന്നു. മേയറെ മാറ്റേണ്ടത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തീരുമാനിക്കേണ്ട കാര്യമാണ്. എന്ത് ചെയ്താലും ആ സ്ഥാനം നഷ്ടപ്പെടില്ല എന്ന് അദ്ദേഹം കരുതുന്നു എന്നും CPI ഓർമ്മിപ്പിക്കുകയാണ്. മേയറെ മാറ്റാൻ LDF നേതൃത്വം ഒന്നും ചെയ്യുന്നില്ല എന്ന പരോക്ഷ വിമർശനമാണ് സുനിൽകുമാർ ഇവിടെ നടത്തിയത്. അതായത് K സുരേന്ദ്രൻ വഴിതെറ്റി വന്ന് കേക്ക് കൊടുത്തതൊന്നുമല്ല, അതിൽ അത്ഭുതമില്ലെന്നും സുനിൽകുമാർ പറയുന്നു. മറ്റൊരു മേയർക്കും K സുരേന്ദ്രൻ കേക്ക് കൊടുത്തിട്ടുമില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് വേണ്ടി പ്രവർത്തിച്ച ആളാണ് ഇടതുമുന്നണിയുടെ തൃശൂർ മേയറായ MK വർഗീസ്. ഇടതുമുന്നണിയുടെ ചെലവിൽ ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്യാൻ പാടില്ലെന്നും VS സുനിൽകുമാർ താക്കീതും നൽകി. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തോൽവിക്ക് പിന്നാലെ BJPയുമായി ആഭിമുഖ്യം പുലർത്തുന്നുവെന്ന ആരോപണത്തിൽ മേയർ സംശയത്തിന്റെ നിഴലിൽ നിൽക്കുകയാണ്. സുനിൽകുമാർ ആയിരുന്നു തൃശ്ശൂരിലെ CPIയുടെ സ്ഥാനാർത്ഥി, അല്ലെങ്കിൽ LDFന്റെ സ്ഥാനാർത്ഥി. ആ സ്ഥാനാർത്ഥിക്ക് പിന്തുണ നൽകേണ്ടുന്ന മേയർ നേരെ മറിച്ച് സുരേഷ് ഗോപിക്കുള്ള പിന്തുണയാണ് അവിടെ നൽകിയത്. അങ്ങനെ സുനിൽകുമാറും CPIയും മേയറെ സംശയിക്കുമ്പോഴും ഭരണം പോകുമെന്ന് ഭയന്നുകൊണ്ടാണ് CPM ഇക്കാര്യത്തിൽ ഇതുവരെ നടപടി സ്വീകരിക്കാതിരുന്നത്. എന്നാൽ ഇനിയത് കഴിയില്ല എന്നുള്ള സൂചനകളാണ് ലഭിക്കുന്നത്. ഇതിനു പിന്നാലെയാണ് ഇപ്പോൾ സുരേന്ദ്രന് കേക്ക് കൊടുത്ത വിവാദവും കത്തിപ്പടർന്നത്. സത്യത്തിൽ അത്ര അഹങ്കരിക്കാൻ കഴിയുന്ന ഒരു മേയറൊന്നുമല്ല MK വർഗീസ്. ഒരൊറ്റ വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് അദ്ദേഹം അവിടെ ഭരിക്കുന്നത്. കോൺഗ്രസിന് ഒറ്റയ്ക്ക് തന്നെ 24 സീറ്റുള്ളപ്പോൾ LDFലെ എല്ലാ കക്ഷികൾക്കും സ്വതന്ത്രന്മാർക്കും ഒക്കെ കൂടിയാണ് 25 സീറ്റുള്ളത്. CPI ഒന്ന് മനസ്സ് മാറ്റിയാൽ ഇതോടെ മേയർ നിലംപതിക്കും. അവർക്ക് 3ഓളം സീറ്റുകളുണ്ട്. വർഗീസിനെ ഒഴിച്ച് മറ്റാർക്കും പിന്തുണ തരാം എന്ന് CPI പറഞ്ഞാലും കാര്യം കഴിഞ്ഞു. BJPയും CPMും ചേർന്ന് രക്ഷിക്കുമെന്നൊക്കെയുള്ളൊരു ആഗ്രഹം വർഗീസിനുണ്ടാകുമെങ്കിലും അതൊക്കെ മുന്നണി മര്യാദകളിൽ വിഷയമാകും. കോൺഗ്രസിന്റെ കഴിവുകേടും തൃശ്ശൂരിൽ കാണാനുണ്ട്. ആ മേയറെ കോൺഗ്രസ് വിചാരിച്ചാൽ എപ്പോഴേ പുറത്താക്കാമായിരുന്നു. ഏതായാലും തൊഴുതു നിന്നും തൊഴിച്ചുമെല്ലാം 4 വർഷം MK വർഗീസ് നിന്നു. ഒരുപക്ഷെ CPI നിലപാട് കടുപ്പിച്ചാൽ വർഗീസിന് പടിയിറങ്ങേണ്ടി വരും എന്നുറപ്പാണ്.